ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഇതേപോലെ ആർട്ടിസ്റ്റിക് വയേഴ്സ് വെച്ചിട്ട് എങ്ങനെ സിമ്പിളായിട്ട് കമ്മൽ ഉണ്ടാക്കാമെന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ള 3 കമ്മലുകൾ നമ്മൾ ഉണ്ടാക്കാൻ പോകും. അതിൻ്റെ മോഡൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളപ്പോൾ ചെയ്യാൻ പോകുന്ന കുട്ടി കുട്ടി കമ്മൽസാണ് ഇതെല്ലാം. ഇത് നല്ല ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾക്ക് ചുരിദാർ ടോപ്സിൻ്റെ കൂടെയോ നിങ്ങൾക്കല്ല സാരിയുടെ കൂടെയോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്മലുകൾ തന്നെ തയ്യാറാക്കി ഇടാം. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടുന്നതാണ് ആർട്ടിസ്റ്റിക് വയേഴ്സ്. നമ്മൾ ഈ കമ്മലെല്ലാം ഉണ്ടാക്കുന്നത് ഈ ഒരു വയർ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഷോപ്സിയിൽ ഇത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഞാൻ താഴെ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. പിന്നീട് നമുക്ക് വേണ്ടുന്നതാണ് ഇതേപോലെ ജംപ് റിങ്സ്. ഇതെല്ലാത്തിലും കാണിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും. ഇത് ജംപ് റിങ്സ്, ഇതും ഷോപ്സിയിലെല്ലാം അവൈലബിൾ ആണ്. പിന്നീടാണ് ഐ പിൻസ്. ഇത് നല്ല നീളമുള്ള ഐ പിൻസ് ആണ്. നമുക്ക് നീളം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. പിന്നീട് നിങ്ങൾക്കറിയാം ഇയർ വയേഴ്സ്. പിന്നീട് പ്ലെയറും കട്ടറും എടുത്തിട്ടുണ്ട്. ഇതാണ് കുറച്ച് മുത്തുകൾ. നിങ്ങൾക്ക് ഏത് മുത്ത് വേണമെങ്കിലും എടുക്കാം, പണ്ടത്തെ മാലയുടെ കുഞ്ഞു കുഞ്ഞു മുത്തുകളോ അങ്ങനെയൊക്കെ. പിന്നെ ഇത് റൗണ്ട് ഹെഡഡ് ബോൾ പിൻസ് ആണ്. മുമ്പേ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് എല്ലാ മെറ്റീരിയൽസിൻ്റെയും വെച്ചിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനായിട്ട് ആർട്ടിസ്റ്റിക് വയർ എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു സ്കെയിൽ എടുത്തിട്ടുണ്ട് നമുക്ക് അളന്നെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊരു 10-12 സെൻറ്റിമീറ്ററിൽ ഇത് അളന്നെടുക്കാം. ഞാൻ ഒരു 12 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര സ്പൈറൽ വേണോ അതിനനുസരിച്ച് എടുക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ കുറച്ചുകൂടെ എടുക്കാം. ഞാൻ എന്തായാലും 12 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നത്. എന്നിട്ടത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വീണ്ടും അതേ അളവിൽ തന്നെ മറ്റൊരു പീസ് കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് 2 എണ്ണം വേണം. ഇതിന് ശേഷം ഇതിൻ്റെ അറ്റം ഒന്ന് ചെറുതായിട്ട് നമ്മൾ അകത്തോട്ട് മടക്കി ലൂപ്പ് മാതിരി വെക്കാം. ഇതിന് ശേഷം നമുക്കിത് സ്പൈറൽ ഷേപ്പിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പേന എടുക്കാം. അതാകുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുമ്പോൾ സ്പൈറൽ ഷേപ്പ് കിട്ടും. അവസാനത്തേക്കൊക്കെ വരുമ്പോൾ ഞാൻ കുറച്ച് അടുപ്പിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഇതുപോലെ ഊരിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്പൈറൽ ഷേപ്പ് ഇതിന് കിട്ടും. ഞാൻ ലാസ്റ്റിലത്തെ കുറച്ചിങ്ങനെ ഇതുപോലെ അടുപ്പിക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. നമുക്കിതിൻ്റെ അറ്റം ഒന്ന് ചെറുതായിട്ട് മടക്കി കൊടുക്കാം. ഇതുപോലെ അപ്പം നമുക്ക് സ്പൈറൽ ഷേപ്പിൽ കിട്ടും. നല്ല ഭംഗിയായിട്ട് ഉണ്ടാവും. ഇനി നമുക്കിതുപോലെ തന്നെ രണ്ടാമത്തതിൻ്റെയും സ്പൈറൽ ചെയ്തെടുക്കാം. ഇതിൻ്റെ അറ്റവും നമുക്ക് ചെറുതായിട്ടൊന്ന് അകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ രണ്ടും ഏകദേശം ഒരു രീതിയിൽ ചെയ്താക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഐ പിൻസ് കടത്തി കൊടുക്കാം. ഇതേപോലെ നീളമുള്ള 2 ഐ പിന്നുകൾ എടുക്കണം. ഇതിനുള്ളിലൂടെ കടത്തി കൊടുക്കാം.
ഇപ്പോൾ ഏകദേശം ഓക്കെ ആയി. ഇനി നമുക്കിത് അകത്തേക്ക് ഇതിൻ്റെ അറ്റം ലൂപ്പ് മാതിരി തിരിച്ചു കൊടുക്കാം. സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ജംപ് റിങ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇയർ വയേഴ്സ് കൂടെ ചേർത്താണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ബ്യൂട്ടിഫുൾ ഇയറിങ്ങിൻ്റെ മുക്കാൽ ഭാഗവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കുഞ്ഞു മുത്തും കൂടെ കണക്ട് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഇവിടെ ഞാൻ ഈ റൗണ്ട് ഹെഡഡ് ബോൾ പിൻസ് എടുത്തിട്ടുണ്ട്. പിന്നീട് ഇതുപോലെ കുഞ്ഞ് 2 റെഡ് മുത്താണ് വേണ്ടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഞാൻ റെഡാണ് എടുക്കുന്നത്. എനിക്ക് റെഡും ഗോൾഡനും ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അത് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ അറ്റത്തേക്ക് ഇത് കണക്ട് ചെയ്ത് കൊടുക്കാം. കണക്ട് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ഉണ്ടാവും. ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്ത് അടിപൊളിയാണെന്ന്. ഇനി നമുക്ക് സെയിം രീതിയിൽ തന്നെ രണ്ടാമത്തെ ഇതിൻ്റെ ജോഡിയും ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒരു ലൈക്കും കമൻറ്റും ചെയ്തേക്കുക. സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ കമ്മലിലേക്ക് കിടക്കാം. അതിനായിട്ട് വീണ്ടും നമ്മൾ ആർട്ടിസ്റ്റിക് വയേഴ്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് അളന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ കറക്റ്റ് ഒരു 10 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നത്. പത്ത് സെൻറ്റിമീറ്ററിൻ്റെ മറ്റൊരു സെക്ഷനൂടെ കട്ട് ചെയ്തെടുക്കണം. ഒരേ അളവിൽ രണ്ടെണ്ണം നമ്മളിതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്ലെയർ എടുത്ത് വെച്ച് ഇത് ചെറുതായിട്ട് റൗണ്ടാക്കി എടുക്കണം. ഇതുപോലെ നമ്മളത് റൗണ്ടാക്കി എടുക്കണം. ഇനി നമുക്ക് ബാക്കിൽ നിന്നും തിരിച്ചിങ്ങോട്ട് റൗണ്ടാക്കി എടുക്കാം. രണ്ട് സൈഡിൽ നിന്നും നമ്മൾ ഇതേപോലെ മടക്കി എടുക്കും. ഏകദേശം നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി നമുക്ക് സെയിം ഇതേ പ്രോസസ്സിൽ ഇതും ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ ഇതുപോലെ ഐപ്പിൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു മുത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുത്ത് ഇതിൻ്റെ കറക്റ്റ് നടുവിലായിട്ട് വെച്ചിട്ട് ഈ പോർഷൻ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ തിരിക്കണം.
അതായത് ഇതിങ്ങനെ വരും. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് അതിൻ്റെ ഹോൾ ഭാഗമൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെക്കണം. എന്നിട്ട് ഈ ഐപ്പിൻ ഈ ഹോളിലൂടെ എടുക്കണം. ഓക്കെ, ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇത് കിട്ടും. പിന്നെ നമ്മൾ ഇയർ വയറൂടെ എടുത്തതിന് ശേഷം ഇയർ വയറിനൂടെ ഉള്ളിലേക്ക് ഇത് കയറ്റിയതിന് ശേഷം ഇത് നമുക്ക് ഇതുപോലെ തിരിച്ചെടുക്കാം. ഇതപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടും. ഇത് ആക്ച്വലി ഭയങ്കര സിമ്പിളാണ്, പക്ഷെ ഭയങ്കര സൂപ്പറായിട്ടുണ്ടാവും നിങ്ങളിത് ഇട്ട് നോക്കുമ്പോൾ. നമുക്ക് സെയിം രീതിയിൽ തന്നെ ഇതിൻ്റെതും ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സിമ്പിൾ ഇയറിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റും ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ കമ്മൽ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ആർട്ടിസ്റ്റിക് വയർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തെടുക്കാം. സെയിം അത്രയും തന്നെ അടുത്ത ഒരെണ്ണവും കൂടെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ 2 പീസ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ് ഈ കമ്മൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചുറ്റി ചുറ്റി എടുത്ത മാതിരി തന്നെ ഇത് നമ്മൾ ചുറ്റി ചുറ്റി എടുക്കാൻ പോവാണ്. ഇനി നമുക്ക് തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് ചുറ്റിയെടുക്കണം. അങ്ങനെ നമുക്കിത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഒരു എസ് ഷേപ്പിൽ കിട്ടും. സെയിം രീതിയിൽ ഇത് നമുക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ 2 സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്കത് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ സ്റ്റോൺസ് ആണ് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ അതിനായിട്ട് ഫെവിക്രിലിൻ്റെ പശ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് പശ തേച്ചിട്ട് ഈ സ്റ്റോൺ ഇതിനകത്ത് ഒട്ടിച്ചെടുക്കാം. വേറെ കളറിലെ സ്റ്റോൺ ഒട്ടിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ടാകുന്നത്.
ഈ കളർ സ്റ്റോൺ ആയതുകൊണ്ട് വലിയ രസമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് റെഡോ ബ്ലാക്കോ വൈറ്റോ അങ്ങനെ വേറെ സ്റ്റോൺ ഉണ്ടെങ്കിൽ അത് ഒട്ടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എടുപ്പ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതുപോലത്തെ 2 സ്റ്റഡ് ബേസ് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് കുറച്ച് നേരം ഉണങ്ങാൻ വെക്കണം, സ്റ്റോൺ ഇളകി വരുന്നു. കുറച്ച് ഉണങ്ങിയതിന് ശേഷം നിങ്ങൾ സ്റ്റഡ് ബേസ് ഒട്ടിച്ചാൽ മതി. ഇതിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്ക് കുറച്ച് നേരം ഇത് ഉണങ്ങാൻ വെക്കാം. രണ്ടാമത്തെ ജോഡിയിൽ നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് കുറച്ച് നേരം ഉണങ്ങാൻ വെക്കാം. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സിമ്പിൾ ടിപ്സ് ആൻഡ് ട്രിക്സിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഈ ചാനൽ ഫോളോ ചെയ്യുക. സോ അത്രയേ ഉള്ളൂ. ബൈ.